പ്രിയപ്പെട്ടവരെ, ഒരു സംഭവ കഥ ഒരാൾ ഒരു ദൈവമകന എങ്ങനെയായി എന്ന് ഓർപ്പിച്ച് നമ്മൾ വായിച്ച ചിന്തിച്ച വേദഭാഗത്തിലൂടെ വേഗത്തിൽ കടന്നു പോകുവാൻ തക്കവണ്ണം ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയും ശരണപ്പെടുകയും ചെയ്യുക. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഒരു വലിയ ഡോക്ടേഴ്സിന്റെ കോൺഫറൻസ് നടക്കുകയാണ്. അവരെ ലോകത്തിലെ പല കാര്യങ്ങളും ചർച്ച ചെയ്തു, പല രോഗങ്ങളെ കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തു. ഒടുവിൽ 3 ദിവസത്തെ ആ കോൺഫറൻസിന് ശേഷം അവർ പിരിയുമ്പോൾ വലിയൊരു വിരുന്ന് ഒരുക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ 3 സ്നേഹിതന്മാർ, ആ 3 ദിവസമായി പരിചയപ്പെട്ട 3 ഡോക്ടർമാര് ഒരു മേശയിലിരിക്കുകയാണ്. ആ മേശയിലിരിക്കുമ്പോൾ വലത്ത് ഭാഗത്ത് ഒരാളിരിക്കുന്നു, ഇടത്ത് ഭാഗത്ത് ഒരാളിരിക്കുന്നു. 2 പേരും ക്രിസ്ത്യാനികൾ. എന്നാൽ അതിൻ്റെ നടുക്ക് ഒരു ഡോക്ടർ, ഒരു അക്രൈസ്തവനായ ഡോക്ടർ ഇരിക്കും. അപ്പൊ നമുക്കറിയാം, ഈ കോൺഫറൻസില് ആദ്യം എല്ലാവർക്കും ഡ്രിങ്ക്സ് വിളമ്പി. ആ സന്ദർഭത്തിൽ വലത്ത് ഭാഗത്ത് ഇരുന്ന മനുഷ്യൻ അത് ഉപയോഗിച്ചില്ല. നടുക്കിരുന്ന ആള് ഇത് ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു അക്രൈസ്തവനാണ്, ഒരു ഡോക്ടറാണ്. ഇടത്ത് ഭാഗത്തിരുന്ന ക്രൈസ്തവൻ ഇത് ആസ്വദിച്ചു. 3 പേരും ഡോക്ടർമാർ. പ്രിയപ്പെട്ടവരെ, അപ്പൊ നടുക്കിരുന്ന മനുഷ്യൻ ചോദിച്ചു, വലത്ത് ഭാഗത്തിരുന്ന ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ, എന്താണ് അങ്ങ് ഇതെടുക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ശുശ്രൂഷകളില്, എൻ്റെ വൈദ്യശാസ്ത്ര മേഖലകളില് എൻ്റെ ദൈവമാണ് എന്നെ നടത്തുന്നത്. അതുകൊണ്ട് എൻ്റെ കർത്താവ് അതെടുക്കുവാൻ തക്കവണ്ണം എന്നെ അനുവദിച്ചിട്ടില്ലെന്ന് പറയാനിടയായി. നിങ്ങൾക്ക് കേൾക്കണമോ? നടുക്കിരുന്ന മനുഷ്യൻ അദ്ദേഹം ഒന്നും പറയുന്നില്ല. അപ്പൊ വലത്ത് ഭാഗത്തിരുന്ന മനുഷ്യൻ, ഇടത്ത് ഭാഗത്തിരുന്ന മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഒരു അല്പം സേവിച്ചത് കൊണ്ട് കുഴപ്പമില്ല, അത് കഴിഞ്ഞ് ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ജീവിച്ചാൽ മതി. ഉടനെ വലത്ത് ഭാഗത്തിരുന്ന മനുഷ്യൻ പറഞ്ഞു, ഇങ്ങനെ തന്നെയായി ഇടത്ത് ഭാഗത്തുള്ള കള്ളന് ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇങ്ങനെ കുടിച്ചും സന്തോഷിച്ചും ലോകത്തിന്റെ മോഹത്തിലും ജീവിച്ച് അവസാനം ഞാന് അങ്ങ് രക്ഷപ്പെടുമെന്ന് അവൻ കരുതിയെന്ന് പറയുവാനിടയായി. അപ്പൊ ക്രിസ്തുവിനുള്ള രക്ഷയെ കുറിച്ച് ഈ വലത്ത് ഭാഗത്തിരുന്ന മനുഷ്യൻ പറയുവാനിടയായി. ലോകത്തിന്റെ മധ്യേ കൊല്ലിറക്കപ്പെട്ട മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനായി ജീവിച്ച് മനുഷ്യനായി മരിച്ച് മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റ യേശു സകല മനുഷ്യർക്കും വേണ്ടിയാണ് ആമേൻ ജീവത്യാഗം ചെയ്തെന്നൊരു ഡോക്ടർ പറഞ്ഞപ്പോൾ ഈ നടുക്കിരുന്ന ഡോക്ടർ നമ്പൂതിരിപ്പാട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ യേശുവിനെ എനിക്ക് വേണം. അദ്ദേഹം പിന്നീട് ഒരു വലിയ സുവിശേഷകനായി മാറി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് എന്നാണെന്നറിയാമോ? ദൈവവചനം സംസാരിക്കുമ്പോഴാണ്, ആമേൻ, ദൈവത്തിന്റെ വാക്കുകൾ ഉരുവിടുമ്പോഴാണ് ആളുകൾ മനസ്സാന്തരപ്പെടുന്നത്. അതുകൊണ്ട് ഈ നാളുകൾ ദൈവവചനത്തിന് കുറവില്ല, പക്ഷെ മനുഷ്യൻ കേൾക്കുവാൻ തയ്യാറല്ല എന്നുള്ളത് ഞാൻ ഓർക്കുക. നമ്മള് ബുധനാഴ്ച പോകുന്നിടത്തിൽ ഏറ്റവും ആള് കുറവ് കഴിഞ്ഞ ദിവസമായി. ഞങ്ങൾ ഇന്നലെ ആ CCTV-യിലൂടെ കണ്ടു. ആ പള്ളിയില് ആള് കുറവായിരുന്നു, 160 പേരെ ഉള്ളത്. എന്നാൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആമേൻ, ഈ ആളുകള് ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, വർഷത്തിന്റെ ആരംഭത്തിൽ ആളുകൾ വരത്തേ ഇല്ലെന്ന് പറഞ്ഞു. അന്ന് 180-180-ലധികം ആളുകളുണ്ട്. കാരണം നമ്മൾ ആ CCTV-യിലൂടെ നോക്കിയിട്ടാണ്, നമ്പർ എടുത്തിട്ടാണ് കാപ്പിയൊക്കെ അനുതുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
ഇവിടെ പറയാൻ ആഗ്രഹിച്ചതല്ല പ്രിയപ്പെട്ടവരെ, എന്താ ആളുകൾ കടന്നു വരാത്തത്? ആളുകൾ കുറഞ്ഞു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മളെ കുറച്ചു പേരെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാ ആളുകൾ കടന്നു വരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുവാൻ. ഒരു ദിവസത്തില് 1 മിനിറ്റെങ്കിലും ആമേൻ ഇങ്ങനെയുള്ള ശുശ്രൂഷകളില് ആളുകൾ കടന്നു വന്ന് മാനസാന്തരപ്പെടണമെന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മളറിയാത്ത ആളുകൾ, നമ്മൾ പേർ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആളുകൾ അവിടെ കടന്നു വന്ന് മാനസാന്തരപ്പെട്ടാൽ കർത്താവ് പറഞ്ഞു, തന്റെ ആദ്യ വാക്യത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ പറഞ്ഞു, എന്നാ ആമേൻ അവനും എന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ മക്കളുണ്ട്. അപ്പൊ നമുക്ക് പ്രതിഫലം അമർത്തി കുലുക്കി നൽകുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുക, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി, നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ചുമതല നമ്മുടെ മേൽ ഉണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ വായിച്ചു, നമ്മുടെ അരുമനാഥൻ ആദ്യം വരുന്നത് മധ്യാകാശത്തിലാണ്. നമുക്കൊരു ഗാനത്തിന്റെ ഇരടികൾ 2 ലൈൻ മറ്റൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് പാടാം. മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ എനിക്കായി മുറിവേറ്റതാ മധ്യാകാശത്തില യാതൊരു സംശയവുമില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം വിശുദ്ധ വേദപുസ്തകം വളരെ അസന്ധിഗ്ധമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് യോഹന്നാൻ തന്നെയാണെങ്കിലും താൻ 50-ൽ പരം പ്രാവശ്യം തന്റെ ലേഖനങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ 2ാമത്തെ വരവ്, 1ാമത് പാപികളെ അവൻ തേടി വന്നുവെങ്കിൽ അവൻ 2ാമത് അവൻ വിശുദ്ധന്മാരെ ചേർക്കുവാൻ തക്കവണ്ണം അവൻ വരുവാൻ പോകുകയാണ്. അല്ല, മനസ്സിലായോ? 1ാമത്തെ വരവ് നീതിമാന്മാരെ തേടിയല്ല കർത്താവ് വന്നത്, പാപികളെ തേടിയ കർത്താവ് വന്നത്. അതുകൊണ്ടാണ് അവൻ പാപികളോടുകൂടെ പന്തിയിലിരുന്നവര് പന്തിയിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു പാപിനിയായ സ്ത്രീ അവന്റെ കാല് അവൻ കഴുകുമ്പോൾ ഇവളെന്തിനാ, ഇവള് ഒരു പാപിനി എന്ന് ഇവൻ അറിയില്ലയോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ പാപികളെ തേടിയ 1ാമത് വന്നു. നമ്മളിങ്ങനെ പറയണം, നെഞ്ചത്തെ കൈവച്ച് പറയണം, ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിപ്പാൻ എനിക്ക് ഭാഗ്യം ദൈവം ലഭിച്ചു. പാപിയായ എന്നെ തേടിയ എന്റെ യേശു വന്നെന്ന് പറയുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് സന്തോഷവാനായി, അവൻ നിന്നെ ഞാൻ വീണ്ടെടുത്തല്ലോ എന്നോർത്ത് സ്വർഗത്തിൽ ദൂതന്മാരോടൊപ്പം കർത്താവ് സന്തോഷിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇനിയും നമ്മുടെ കർത്താവിന്റെ 2ാമത്തെ വരവ് തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ, വിശുദ്ധന്മാരെ ചേർക്കാൻ. അപ്പം 1ാമത് പാപികളെ വിശുദ്ധന്മാരാക്കാൻ അവൻ വന്നു. ആ വിശുദ്ധന്മാരാക്കിയ വിശുദ്ധന്മാരെ, ആ പാപികളെ ചേർക്കുവാൻ, ആ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ വേഗം വരാൻ പോകുകയാണ്. നമുക്കറിയാം. എന്നാൽ ഈ ലോക ജീവിതത്തില്, നമ്മുടെ പ്രയാണ കാലഘട്ടത്തില് നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് പലപ്പോഴും വീണു പോകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതെന്താണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തെ ഭരിക്കുന്നത് പൈശാചികനാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ, 1 സ്വർഗം എന്ന് പറയുന്നത് ആകാശമണ്ഡലം. നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? 1 സ്വർഗം എന്ന് പറയുന്നത് ആകാശമണ്ഡലം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ 2 സ്വർഗം എന്ന് പറയുന്നത് നക്ഷത്രമണ്ഡലം. എന്നാൽ 3 സ്വർഗം എന്ന് പറയുന്നത് ആമേൻ, ദൈവത്തിന് സ്തോത്രം, അത് ആ ദൈവം വസിക്കുന്ന സ്ഥലമാണ് 3 സ്വർഗം. നമുക്കറിയാം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ.
1-ാം വാക്യത്തില് ഇങ്ങനെ പറയുന്നുണ്ട് നല്ലത്, എന്നാൽ രണ്ടാമത്തേതിന് നല്ലതെന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഈയിടെ ഏറെ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. 2-ാമത്തെ ഭാഗം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം തീരുന്നതിന് മുമ്പ് 2 പ്രാവശ്യം നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നറിയോ? പിന്നെ അങ്ങോട്ട് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അത് നല്ലതെന്ന് കണ്ടു. പിന്നെ 3-ാം ദിവസത്തിന്റെ മുകളിൽ നല്ലതെന്ന് കണ്ടു. എന്നാൽ മനുഷ്യ സൃഷ്ടിക്ക് ശേഷമാണ് ദൈവം പറഞ്ഞത് വളരെ നല്ലത്. കാരണം എന്നാ? മൃഗങ്ങൾക്കില്ലാത്ത പ്രത്യേകത നമ്മളിൽ ആത്മാവുണ്ടെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ സ്വർഗാദി സ്വർഗം 3-ാം സ്വർഗമാ. എന്നാൽ ആകാശമണ്ഡലം, ആമേൻ, നമ്മൾ മറന്നു പോകരുത്. ഇപ്പോൾ ഈ ആകാശമണ്ഡലം ഞാൻ പറഞ്ഞല്ലോ, 1-ാം സ്വർഗമാകുന്ന ആകാശമണ്ഡലം ആരുടെ കയ്യിലാണെന്നറിയാമോ? അത് പിശാചിന്റെ കയ്യിലാ. അത് പിശാചിന്റെ പ്രവർത്തന മേഖലയാ. ആ മണ്ഡലത്തില് ആമേൻ ആമേൻ ആ മണ്ഡലത്തിൽ കർത്താവ് വരും. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് പറയുന്നത് അവൻ മധ്യാകാശത്തിൽ വരും. നിങ്ങൾ ഇതുവരെ അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആമേൻ. നോക്കിയേ, മധ്യാകാശം പിശാചിന്റെ പ്രവർത്തന മേഖലയാ. അവനെ പരാജയപ്പെടുത്തുവാൻ എന്റെ ദൈവം, എന്റെ കർത്താവ്, എന്നെ വീണ്ടെടുത്തവൻ, എന്നെ രക്ഷിച്ചവന്, എന്നെ വിശുദ്ധനാക്കുവാൻ ആഗ്രഹിക്കുന്നവൻ, അവൻ വേഗം വരാൻ പോകുകയാ. അവൻ മധ്യാകാശത്തിലാ വരുന്നത്. ഈ ഒരു പാട്ടില്ലേ, മധ്യാകാശത്തിങ്കൽ മണൽ മണിപ്പന്തലിൽ, അല്ലേ? പാടി പാടണ്ട. അപ്പൊ മധ്യാകാശത്ത് വരുന്ന വേദപുസ്തകം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാ. എന്നാൽ എന്തിനു വേണ്ടിയാ മധ്യാകാശത്ത് വരുന്നത്? നമ്മൾ ഓർക്കണം, അവൻ 1-ാമത് വരുന്ന മധ്യാകാശത്ത് ഞാൻ ഓർപ്പിച്ചു. അവൻ വരുന്നത് മറ്റൊന്നിനുമല്ല, വിശുദ്ധന്മാരെ ചേർക്കാനാ. 2-ാമതായിട്ട് അവൻ മധ്യാകാശത്ത് വരുന്നത് പിശാചിന്റെ ഭരണത്തെ എന്നേക്കുമായി അവിടെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാ. അതായത് ആകാശമണ്ഡലത്തിൽ പിശാച് വാഴുകയാ. നമ്മൾ ഒരിക്കലും ഒരു പിശാചേ ഉള്ളത്. അത് ഒരു പിശാചുണ്ട്, അത് ലൂസിഫർ. ലൂസിഫർ ഇവന്മാരുടെ ആരാ? ലീഡറാ ലൂസിഫർ. അപ്പൊ ദൈവത്തിന് വിരോധമായി സംസാരിച്ചപ്പോൾ ദൈവം സ്വർഗത്തിൽ വസിച്ചവരായിരുന്നവര്, സ്വർഗത്തിൽ ദൈവത്തെ ആരാധിച്ചവരായിരുന്നു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് വിട്ടുവിട്ടു. അതുകൊണ്ടല്ലേ ആദാം പാപം ചെയ്തത്, അതുകൊണ്ടല്ലേ ഹവ്വ പാപം ചെയ്തത്. പാമ്പിന്റെ വേഷത്തിൽ ചെന്നവരെ ആമേൻ പറ്റിക്കുകയല്ലേ ചെയ്തത്. പക്ഷേ അവരെ പരസ്പരം വഴി ആരെയെങ്കിലും ദൈവം അവരോട് കരുണ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. ആദാമ്യ സന്തതികളെ വീണ്ടെടുക്കുവാനാ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. അവൻ ഇതാ വേഗം അധികം താമസം വരാൻ പോകെ. 1 തെസ്സലോനിക്കർ 4:17 നമ്മൾ വായിച്ചു. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച്, ആദ്യം രൂപാന്തരപ്പെട്ട വിശുദ്ധന്മാരോട് ഒരുമിച്ച് ആമേൻ എന്ന് പറയുകയാണ്, കർത്താവിനെ എതിരേൽക്കുവാൻ. ഞാൻ ഓർക്കുക, പഴയ കാലങ്ങളിലൊക്കെ ഇത് കേട്ടാല് അമ്മച്ചിമാരൊക്കെ എന്തോ ഒരു ദൈവം ആത്മാവിനെ ആരാധിക്കുമായിരുന്നു, ഇല്ലേ? ഇപ്പൊ നമ്മൾ ആരാധിക്കുന്ന എപ്പോഴാ? ബോട്ടിൽ പോകുമ്പോഴാ ആരാധിക്കുന്നത്. ഞാന് പോട്ടെ, ഇതിലൂടെ പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ആരാധനയ്ക്ക് യോഗ്യനായവൻ യേശു കർത്താവ് മാത്രമാ. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളതൊക്കെ നമ്മുടെ സന്തോഷത്തിന്റെ ഭാഗമായി അങ്ങ് വിട്ടേക്കുക. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഒരു പരിധിക്കപ്പുറം ഒരു ദൈവ പൈതലിന് ആരാധന എവിടോട്ട് മൂക്കുമ്പോൾ ആരാധനയിൽ സംബന്ധിക്കാൻ കഴിയില്ല. നമ്മൾ കണ്ടില്ലേ, ആദ്യത്തെ കഥയിൽ തന്നെ കണ്ടില്ലേ, എല്ലാവരും സന്തോഷിക്കുക, അവർ സന്തോഷത്തോടെ പിരിയാണ്ടിരിക്കും. പക്ഷെ ഒരാൾ പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട്. ഡോക്ടർ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ഒരു വലിയ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഹൃദയത്തിൽ യേശു വാസം ചെയ്യുന്നു, അതിൽ പരം ഒരു സന്തോഷമില്ല. എന്നാൽ ഈ ലോകത്തിന്റെ പിശാചൻ ആമേൻ നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യുമ്പോൾ അത് താൽക്കാലികമായ ഒരു സന്തോഷം മാത്രമാണ്. അത് നിലനിൽക്കുന്ന സന്തോഷമല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിലനിൽക്കുന്ന സന്തോഷത്തിനായി ഈ നാളുകൾ അധ്വാനിപ്പാൻ, ഈ നാളുകളിൽ പ്രവർത്തിപ്പാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. യേശു രക്ഷകനേ,
ജീവനോടെ ശേഷിക്കുന്ന നാം, അതിപ്പോ ഇപ്പഴാ സംഭവിക്കുന്നെങ്കിൽ നാം എടുക്കപ്പെടുമോ? ഒരു ആലിലെ പറഞ്ഞ് ആർക്കും മനസ്സിലായില്ല. ഇപ്പൊ കർത്താവ് വന്നാൽ എടുക്കപ്പെടുമോ? എങ്കിൽ ഉറപ്പോടെ ഒരു അലയിലെ ഉറക്കപ്പെട. ദൈവത്തിന് സ്തോത്ര. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഒന്നാമത് മരിച്ചുപോയ വിശുദ്ധന്മാര് രൂപാന്തരപ്പെടുകയാണ്. രണ്ടാമത് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല, നമുക്ക് ഏറെ അറിവുള്ളതാ. അതുകൊണ്ട് രണ്ടാമത് നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ, നമ്മളും മേഘങ്ങളിൽ എടുക്കപ്പെടുന്നത്. കർത്താവ് എങ്ങനെയാ മേഘങ്ങളിൽ സ്വർഗത്തിലേക്ക് രൂപാന്തരപ്പെട്ട ശരീരത്തിൽ എടുക്കപ്പെടും. ആ മേഘങ്ങൾ ഇന്ന് ഭൂമിയിലുള്ള വിശുദ്ധന്മാരെ വന്ന് മൂടുകയും അവരും ആദ്യം രൂപാന്തരപ്പെട്ട വിശുദ്ധന്മാരോട് ഒരുമിച്ച് കർത്താവിന്റെ അടുക്കൽ ചെല്ലുകയും ചെയ്യും. എവിടെ ചെല്ലുന്നത്? മധ്യാകാശത്ത് മാത്രമേ ചെല്ലുകയുള്ളൂ. അപ്പൊ ഞാൻ ഓർപ്പിച്ചു, ഇപ്പോൾ ആകാശമണ്ഡലം പിശാചിന്റെ പ്രവർത്തന മണ്ഡലമാണ്. സാത്താന്റെ പ്രവർത്തന മണ്ഡലത്തിൽ അഥവാ മധ്യാകാശത്തിൽ കർത്താവ് തന്റെ വിജയക്കൊടി നാട്ടുവാന് പോകയാ. ഇനി അധികം താമസമില്ല. എന്തിനാണെന്നറിയാമോ? വിശുദ്ധന്മാരെ ചേർക്കാൻ, എന്നിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ. ഉറപ്പായിട്ട് കാണുമെങ്കിൽ ഒരു അല്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാം, ഇന്നത്തെ ആകാശമണ്ഡലം പൈശാചികന്റെ അധീനതയിൽപ്പെട്ടതാ. അതുകൊണ്ടല്ലേ നമ്മുടെ കർത്താവിനെ പോലും അവൻ പരീക്ഷിച്ചത്. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, 40 നാള് കർത്താവ് മരുഭൂമിയിലായിരുന്നു. അവൻ ചെന്നോ? ചെന്നോ? അവൻ മാറി നിൽക്കുക. ലൂസിഫർ മാറി നിൽക്കുക. സംഘങ്ങളോടൊക്കെ പറഞ്ഞു, കർത്താവ് വെച്ച് 40 നാൾ കഴിയുമ്പോൾ ഏത് മനുഷ്യനായാലും വിശക്കും, അല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മൾ 12:30 യോഗം നിർത്തുന്നത്, അല്ലേ? പണ്ടൊക്കെ 1 മണി കഴിഞ്ഞാലും നിർത്തിയില്ലായിരുന്നു. കാരണം പല പല കാര്യങ്ങളോ. പോകട്ടെ, ഞാൻ അതിലേക്കൊന്നും പറയാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കണം, ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വിശന്നെന്നവന് ബോധ്യപ്പെട്ടപ്പോൾ കർത്താവിന്റെ അടുക്കൽ പൈശാചികൻ ചെന്നിട്ട് പറഞ്ഞു, നിസ്സാര കാര്യം കർത്താവ്, അല്ലേ? അവൻ ഒരേ സമയം മനുഷ്യനും ഒരേ സമയം ദൈവവുമാണ്. നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, ഈ കല്ല് ഞങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പം പോയിരിക്കുന്ന ഒരു കല്ല് ഞങ്ങളും യെരൂശലേമിൽ പോയപ്പം ഞങ്ങളും ദൈവത്തിന് സ്തോത്രം അത് മരുഭൂമിയിൽ വെച്ച് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഇങ്ങനെ ഓർത്ത് എടുക്കാൻ കാര്യം ഇതാ, ഞാനോർത്ത് ഇതുപോലൊരു കട്ട അപ്പത്തിന്റെ സൈസിലുള്ള ഒരു കല്ല് ഇതായിരിക്കാം കർത്താവിനോട് പറഞ്ഞത്. മരുഭൂമിയിലല്ലേ? അപ്പൊ മരുഭൂമിയിൽ നിന്ന് ഞങ്ങൾക്ക് അത് കിട്ടി. അപ്പം ഇത് അപ്പമാക്കാൻ പറഞ്ഞു. കർത്താവ് എന്താ പറഞ്ഞു? അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന, നമ്മൾ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കേട്ട് നമ്മൾ തൃപ്തരായിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങള്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് വരാറായി. അവൻ ഒന്നാമത് വരുന്നത് മധ്യാകാശത്തിലാണ്. ആമേൻ, ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് അവൻ പോയതുപോലെ വരും. എങ്ങനെയാ പോയത്? നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1:11. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ന് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതായി കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. പ്രവൃത്തികൾ 1:11. ആമേൻ. ഗലീല പുരുഷൻ, ഞാൻ വായിച്ചല്ലോ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക്. അവരങ്ങ് വിഷമിച്ച് നിൽക്കുക. എന്താ ഭാഷയെ പറഞ്ഞ? അവരെ വിളിച്ചോണ്ട് പോവുക. എവിടാ? ഒലിവമലയിൽ. കർത്താവിന്റെ പിതാവിനോട് ചേരുവാനുള്ള സമയമായെന്നവരെ ബോധ്യപ്പെടുത്തി. എന്നിട്ട് നിങ്ങൾ ഇവിടെ യെരൂശലേമിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം എന്നുള്ളതായ സന്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോയി ഒലിവമലയിൽ ചെന്നപ്പോൾ ഒരു മേഘം വന്ന് മൂടി. കർത്താവ് മുകളിലോട്ട് പോകുമ്പോൾ 2 പുരുഷന്മാർ, അല്ലെ? അങ്ങനല്ലേ? 2 പുരുഷന്മാർ. അതിനെക്കുറിച്ചൊക്കെ വേദപണ്ഡിതന്മാർ പറയുന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവര് ചോദിക്കുക, ഇവർ ഗലീലയിൽ നിന്നുള്ളവരായിരുന്നു കൂടുതലും കർത്താവിനോടുള്ളത്. അപ്പൊ അവരുടെ ഗലീല പുരുഷന്മാരെ, നമ്മളോട് ചോദിക്കും, ഭൂമലക്കാര്, അല്ലേ? അക്കരക്കാര്, ഞങ്ങളെങ്ങനെ പറഞ്ഞു, മുണ്ടപ്പഴക്കാര് എന്ന് ചോദിക്കും. അപ്പം പുരുഷന്മാർ ചോദിക്കുക, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? കർത്താവ് നമ്മോട് ചോദിക്കുക, എന്റെ രണ്ടാമത്തെ വരവിനായി നിങ്ങൾ നോക്കി പാർക്കുന്നവരാണോ?
ദൈവത്തിന് സ്തോത്രം. ഇവിടെ വളരെ വ്യക്തമായി പറയുകയാ, എന്താ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്? എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ വീണ്ടും വരും. അപ്പൊ പോയതുപോലെ അവൻ വരും. അവൻ പോയത് ഭൂമിയിൽ ജനിച്ചത് മനുഷ്യനായിട്ടാ. വിശുദ്ധ കന്യമറിയാമിന്റെ ഉദരത്തിൽ അവന് പരിശുദ്ധ റൂഹായാൽ ജന്മം കൊണ്ടത്. പുരുഷൻ തൊട്ടിട്ടില്ല, അല്ല പുരുഷൻ കണ്ടിട്ടില്ലാത്ത സഹോദരി. അവൻ ദൈവത്തിന്റെ സ്വതന്ത്രം, ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു അല്ലേ? അല്ല പിന്നെ യെശയ്യാപ്രവചനത്തിൽ എഴുതുമോ? എത്ര വർഷങ്ങൾക്ക് മുമ്പ് കന്യക. ഇത് വിവരമില്ലാത്ത ആളുകളൊന്നും വിശ്വസിക്കത്തില്ല. വിവരമുള്ളവൻ, ദൈവാത്മാവുള്ളവൻ വിശ്വസിക്കും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഓക്കെ, യേശുക്രിസ്തുവിന്റെ ജന്മത്തിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയത് നിവർത്തിയായി. അവൻ ഇമ്മാനുവേൽ അല്ലേ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള യേശു എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം അത് ആശ്ചര്യമായി അമേൻ, അത് സത്യം തന്നെയാണെന്ന് അവിടെ വിളിച്ചു പറയുകയാണ് പ്രവാചകന്. അമേൻ, ഇന്ന് നമുക്ക് അതുകൊണ്ട് ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്? അവർക്ക് മനസ്സിലായി, ഇതുവരെ യേശുവിന്റെ തണലിലായിരുന്നത് കൊണ്ട് അവരെ ആരും ഉപദ്രവിച്ചില്ല. യേശു ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നാൽ യേശു ഞങ്ങളുടെ അടുക്കൽ നിന്ന് പോയത് കൊണ്ട് ഇനി ഞങ്ങൾ മരുഭൂമിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വേദനകളും പ്രയാസങ്ങളും ഒക്കെ സഹിക്കേണ്ടതായി വരും. അതുകൊണ്ട് അവര് ഭാരപ്പെട്ടു. അപ്പൊ അവരിങ്ങനെ മിഴിച്ചു നിൽക്കുക. അപ്പൊ പുരുഷന്മാർ പറഞ്ഞു, എന്തെങ്കിലും പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വകാരോഹണം ചെയ്തവനായ യേശു പോയതുപോലെ വീണ്ടും ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവിടെ പറയുന്നുണ്ട്, പ്രവൃത്തി 1:10 എടുക്കണ്ട, വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ വന്നിട്ടാണ് അവരോട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ ജന്മസമയത്ത് ഒരു ദൂതൻ 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാക്കുമെന്നാണ് ബൈബിള് പറഞ്ഞിരിക്കുന്നത്. അവന്റെ ജനന സമയത്ത് അവിടെ നമ്മൾ കാണുകയാണ്. ജനന സമയത്ത് ഒരു പുരുഷൻ വന്നിട്ട് എന്താണ് പറയുന്നത്? അവന്റെ ജനസമയത്ത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം അറിയിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഒരു ദൂതൻ ജനനസമയത്ത്, കർത്താവിന്റെ ജനനസമയത്ത് ഒരു ദൂതൻ വന്നിട്ട് പറയുകയാണ്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അതുവരെ ദൂതന്മാർക്കാണ് ഈ ദൂത് കൊടുത്തിരുന്നത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ പ്രവാചകന്മാരിലും ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് അവർക്ക് ആലോചന കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നോക്കിയേ, ഇവിടെ 2 പുരുഷന്മാർ അവര് മനുഷ്യര് തന്നെയാണെന്ന് പറയുന്നു. ഏലിയാവും മോശയോ അല്ലെങ്കിൽ ഉടലോടെ എടുക്കപ്പെട്ട 2 പേരുണ്ടല്ലോ, അവരും അല്ലെങ്കിൽ മോശ ഏലിയാവും അവരിൽ 2 പേരാണെന്ന് പറയുന്നു. ആരുമാകട്ടെ, നമുക്കത് വിഷയമല്ല. ഇന്ന് എന്നോടും നിങ്ങളോടും പറയുകയാ, നിങ്ങളുടെ കർത്താവ് പോയതുപോലെ അന്ന് ഗലീല പുരുഷന്മാരോട് പറയുമ്പോൾ നമ്മോടും അവന് പറയുവാനുണ്ട്. നീ ക്യാൻസർ രോഗം ബാധിച്ചവനാകാം, നീ നിന്റെ ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവനാകാം. എന്നാൽ യേശു പറയുകയാ, നിന്റെ വേദന തീർക്കുവാൻ, നിന്റെ കണ്ണീർ ഒപ്പുവാൻ ഞാൻ പോയതുപോലെ വീണ്ടും വരും. അതാ നമ്മുടെ പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുശ്വസേ. ഓ പ്രത്യാശയോടിതാ അപ്പൊ നമ്മൾ മറന്നു പോകരുത്. അവൻ നമ്മളോടും ഇന്ന് സംസാരിക്കുക. അവൻ പോയതുപോലെ വീണ്ടും വരും. അതാ നമ്മുടെ പ്രത്യാശ. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും പ്രത്യാശ അതാ. അത് ഒരു ദൂതന് വന്ന് ദൂത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നീട് നമ്മൾ കാണുകയാണ്, ലൂക്കോസ് 1:13 എടുക്കണ്ട. പിന്നീട് ഒരു സംഘം സ്വർഗീയ സൈന്യങ്ങൾ ദൂതനോട് ചേർന്ന് ദൈവത്തെ പോറ്റി. അപ്പോൾ എൻ്റെ കർത്താവ് പോയതുപോലെ വരുമെന്ന് പറയുമ്പോൾ നമ്മളും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവേ, ഈ കഷ്ടതയൊക്കെ ഒന്ന് മാറി, നീ ഞങ്ങളുടെ കണ്ണുനീരൊക്കെ ഒന്ന് തുടച്ച് നിന്നോടുകൂടെ ജീവിക്കുന്ന ഒരു സുദീനം ഉണ്ടല്ലോ. രൂപാന്തരപ്പെട്ട ശരീരത്തിൽ നിന്നോടൊപ്പം യുവങ്ങൾ വസിക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ, അവൻ പോയതുപോലെ വരുമെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായി തീരും. ഹല്ലേലൂയ. കേൾക്കാത്തത് ഒന്നും ആർക്കും പറയാൻ പറ്റത്തില്ല കേട്ടോ.
കേൾക്കാത്തത് ഒന്നും പറയാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ കേട്ടത് എവിടുന്നാ? ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കൈതൊട്ടത്, ഞങ്ങൾ കേട്ടതായ കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അത് ബൈബിളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുക. ബൈബിളിലെ അല്ലാത്തത് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. മാത്രമല്ല, അവൻ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ ചില കാര്യങ്ങൾ ആളുകൾ പറയും. അത് ക്രിസ്തു അവരെ വിടുവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഞാനും നിങ്ങളും മറക്കരുത് പ്രിയപ്പെട്ടവരെ. പ്രവൃത്തി 1:13 വരുമ്പോൾ ഈ സംഭവം അവൻ നടക്കുന്നത് ഒലിവുമലയിലാണെങ്കിൽ അവർ യെരൂശലേമിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന് പറഞ്ഞു. അവർ ധൈര്യപ്പെട്ടു അവർ ആ മാളികയിൽ കൂടിയിരിക്കുകയാണ്. അവിടെ കണ്ടു യേശുവിന്റെ അമ്മയുണ്ടായിരുന്നു. യേശുവിന്റെ അമ്മയായ മറിയാമിനോട് ചേർന്ന് മറിയാം അവസാന നിമിഷം വരെ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നെ മറിയാമിന് മക്കളുണ്ടായിരുന്നെങ്കിൽ ഏൽപ്പിക്കേണ്ടത് മക്കളെ അല്ലായിരുന്നു. ആളുകൾ പറയുന്ന മക്കളുണ്ടായിരുന്നു. വയോധികനായ ഒരു മനുഷ്യനാവാം ചെയ്തത്. ആമേൻ. മാത്രമല്ല, ആ ഏൽപ്പിച്ചതാരെയാ? നമ്മളെപ്പോഴും നീന്ത് ചെയ്യും. നമുക്ക് സ്വന്തം മക്കളുണ്ട്, അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ. പിന്നെ അവർ വിദേശത്താണേലും നിവൃത്തിയില്ല, അടുത്തുള്ള ആളെ പിടിച്ചേൽപ്പിക്കും. ആരെ ഏൽപ്പിക്കും? അമ്മേൻ. ദൈവത്തിന് സ്തോത്രം. അമ്മയെ സ്വന്തം മക്കളെ കൊടുക്കുമായിരുന്നു അമ്മേ. എന്നാൽ അമ്മയെ കൊടുത്തത് ആർക്കാന്നറിയാമോ? തന്റെ അരുമ ശിഷ്യനായ, തന്നെ സ്നേഹിച്ച ഏറ്റവും അമ്മയെ സൂക്ഷിക്കുമെന്ന്, അമ്മയെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള യോഹന്നാന്റെ കയ്യിലാണ് കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ആമേൻ, ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് അവരോട് കൽപ്പിച്ചിരുന്നു. പ്രവൃത്തി 1:5, പ്രവൃത്തി 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് പറഞ്ഞു. യെരൂശലേം എന്ന് പറഞ്ഞാൽ എവിടാ? യെരൂശലേം എന്ന് പറഞ്ഞാൽ എവിടാ? സ്വന്തം ദേശം, അക്കരെ നാട്ടിലല്ല, ഇവിടെ നമ്മളായിരിക്കുന്ന എവിടാന്ന് വെച്ചാൽ അവിടെ. അതാണ് യെരൂശലേം, സ്വന്തം ദേശം. അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ കുറിച്ച് നല്ലതെന്നൊന്നും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വിമർശിക്കുന്നവരുണ്ടാവും. ദൈവമക്കളെ എപ്പോഴും നല്ലത് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ നോക്കി നമ്മൾ എങ്ങനെയായിരിക്കണേ? യെരൂശലേമില് സ്വന്തം ദേശം. രണ്ടാമതായിട്ട് പറയാ യഹൂദയില് അടുത്ത പട്ടണം. ഉണ്ടോ? അടുത്ത പട്ടണം യഹൂദിയ. അവൻ അടുത്ത പട്ടണം. ദൈവത്തിന് സ്തോത്രം. സഹോദരിമാരെല്ലാം കഴിയും. ഞങ്ങളെ യഹൂദി, ഞങ്ങൾ സ്വന്തം പട്ടണത്തിൽ പോലെ ഞങ്ങൾക്ക് സാക്ഷികളാകാൻ കഴിയുന്നില്ല. പിന്നെ ഞങ്ങളെ യഹൂദിയെ പോകുന്നു അല്ലേ? ദൈവത്തിന്റെ വിളിയുണ്ട്, പോണം. ആമേൻ. എന്നാൽ ഞാനൊരു കാര്യം പറയാം. അടുത്ത പട്ടണത്തിൽ രക്ഷിക്കപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇരുന്നും കരയുവാൻ, നിലവിളിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ നിങ്ങളും അടുത്ത പട്ടണത്തിൽ ചെന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ പറയുകയാണ് അല്ലേ, അടുത്ത പട്ടണം. പിന്നെ ശമര്യയിൽ, അത് കഴിഞ്ഞ് ഭൂമിയുടെ അറ്റത്തോളം. ഇന്ന് നിങ്ങൾക്ക് ഭൂമിയുടെ അറ്റത്തോളം പോകാൻ ഒരുപാടില്ല. അതിനറിയാം, ഈ യൂട്യൂബോ മീഡിയയോ ഒക്കെ സംസാരിച്ചാൽ മതി, ഇതിലോളം മുഴുവൻ പോവും. ദൈവത്തിന് സ്തോത്രം. പണ്ടൊക്കെ പാടായിരുന്നു അല്ലേ? നമ്മളെ തോമസ് ശ്ലീഹാനെ ഇവിടെ കടന്നു വന്നത് എന്തോ ഒരു നാളുകൾ കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരെ അയച്ച സ്ഥലങ്ങളിലൊക്കെ അവരെ കഷ്ടപ്പാടുകൾ സഹിച്ച കടന്നു. എന്താണെന്നറിയാമോ? ഈ സന്ദേശം അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. ശമര്യയിൽ മാത്രമല്ല, എല്ലാ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്തായിത്തീരണം? എൻ്റെ സാക്ഷികളായി. നോക്കി, അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലപ്രവൃത്തികൾ 2:1 ഒരാത്മാവിൽ നിറഞ്ഞപ്പോൾ ഒരാദ്യം അവരുടെ പട്ടണത്തിൽ സാക്ഷികളായി തീർന്നു. അവരടുത്ത പട്ടണത്തിൽ യഹൂദയിൽ സാക്ഷികളായി തീർന്നു. അവർ ശമര്യയിൽ സാക്ഷികളായി തീർന്നു. അവർ ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷികളായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താ അവരുടെ സാക്ഷ്യത്തിന്റെ പ്രത്യേകത? ഞങ്ങളുടെ കർത്താവ് പോയതുപോലെ വരുമെന്ന് 2 പേര് പറയുന്നത് ഞങ്ങളുടെ ചെവികളിൽ, ഞങ്ങളുടെ കർണപുടങ്ങളിൽ ഞങ്ങൾ കേട്ടു. അതാ. അപ്പൊ നമ്മൾ എത്രയോളായി കേൾക്കുന്നു. അപ്പൊ നമ്മുടെ സാക്ഷി എന്നാ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട് അല്ലേ? ഇത് ഓർത്തോണ്ടെന്ന് പറയാം. ഒരു സാധു യുവതി എന്നാ പറയുന്നത്, അവര് ഈ വിറക് കയറി, കാട്ടിൽ നിന്ന് വിറക് കയറി, ആദിവാസിയാണ്. വിറക് കയറി അവര് തിരുവല്ലായില് ഓരോ കടകളിൽ അല്ല അവർ കൊടുക്കുന്ന സ്ഥലത്ത് കൊണ്ട് വിൽക്കും. അവര് വിൽക്കും. അങ്ങനെ അവര് വിൽക്കുമ്പോൾ
ഒരു ദിവസം അവർ പോകുമ്പോൾ തിരുമൂലപുരത്ത് വെച്ച് ഒരു സുവിശേഷം വൈകിട്ട് അവർ പോകുന്നു. ഒത്തിരി ക്ഷീണിച്ച് വൈകിട്ട് പോവുക. പൈസയൊക്കെ വാങ്ങിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരുവല്ലായ സാധനങ്ങൾ വാങ്ങിച്ച് പിന്നെ അടുത്ത് വരുന്നവരത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ച് പോകുമ്പോൾ തിരുമൂലപുരത്ത് ഒരു സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയാ. അപ്പോൾ അവർ സുവിശേഷം ശ്രദ്ധിച്ചു. എന്നാ ദൈവമാ ശ്രദ്ധിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് ശ്രദ്ധിപ്പിച്ചപ്പോൾ അവരോട് പറയുകയാണ്, ഇന്ന് നിന്റെ ആത്മാവിനെ മടക്കി വിളിച്ചാൽ നിന്റെ അനേകർ ഈ വചനം കേട്ട് മനസ്സാന്തരപ്പെടും. എനിക്ക് അനേകരെ കുറിച്ച് പറയാൻ കേട്ടു. നിന്റെ നിത്യതയോടെ ചെലവഴിക്കും. നിനക്കായി യേശു ആമേൻ ഭൂമിയിൽ പൂജാതനായി തീർന്നു. അവൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുക. ആ യേശുവിൽ നീ വിശ്വസിച്ചാൽ നിന്നെ സ്വർഗത്തിൽ ചേർക്കുവാൻ അവൻ വേഗം വരുമെന്നുള്ള ആ വചനം മുഴുവൻ കേട്ടു. ആ സഹോദരി അവിടെ നിന്ന് തീരുമാനമെടുത്ത മാതാവ് തീരുമാനമെടുത്തു. അവൾ രക്ഷിക്കപ്പെട്ടു. നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് 3 അവസ്ഥാന്തരങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാ നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. എന്നാൽ മൂന്നാമത്, നമ്മൾ രക്ഷിക്കപ്പെടും എപ്പോഴാണ്? കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ. അപ്പോഴേ അത് പൂർണ്ണതയിൽ വരിക. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവര് പിന്നെയും വിറക് കൊണ്ടുവന്നു, വിറക് വിറ്റു. അപ്പൊ ഈ തിരുവല്ലായ മുഴുവൻ നാനാറുമാരുടെ കടയാണ്. ആരുടെ കട? നാനാറ്. നിങ്ങൾ ഇതിനെ കേട്ടില്ലേ? ക്രിസ്ത്യാനികളെ നാനാർ എന്നാ വിളിക്കുന്നത്. ക്രിസ്ത്യാനികൾ വെറുതെ ജാതികളെ എല്ലാവരും ഇല്ല. നാനാർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ. നിങ്ങൾ പെട്ടെന്ന് നായനാറിന്റെ കാര്യം. അപ്പൊ നായനാറ് അപ്പൊ അവര് ഓരോ കടകളെല്ലാം നടത്തുന്ന ജൗളിക്കടയാണേലും അല്ലെ മറ്റുള്ള കടകളാണേലും ഒക്കെ നടത്തുന്ന ക്രിസ്ത്യാനികളാ. ഇവര് ഓരോ കടയിൽ അല്ലെ അവർക്ക് ആവശ്യമുള്ള കടയിൽ കയറിയിട്ട് അടുത്ത കടയിലേക്ക് ചെന്നിട്ട് ചോദിക്കും, നാനാരെ കർത്താവ് വരാറായി, ഒരുങ്ങിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവരെവിടൊക്കെ ആയതിനു ശേഷം അവരുടെ ദേശത്തായി. ഇപ്പൊ നോക്കിയ തിരുവല്ലായിലുമായി എന്തോരം നടന്നു. നമുക്കിത് നാണക്കേടല്ലേ? കർത്താവ് വരാറായി നീ ഒരുങ്ങിയിട്ടുണ്ടോ സഹോദരി എന്ന് ധൈര്യത്തോടെ ചോദിക്കാൻ നമുക്ക് കഴിയുമോ? കഴിയണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മറന്നു പോകരുത്. നമ്മള് സ്വർഗത്തിന്റെ പൗരാവകാശം ലഭിച്ചവരാ. നമ്മൾ സ്വർഗത്തിന്റെ അംശികളാ. നമ്മുടെയും ഈ ഭൂമിയിലല്ല നമ്മുടെ വാസം. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ചിലർ പറയും, എന്നാ ഇവരെ ഇപ്പൊ തന്നെ സ്വർഗത്തിലേക്ക് അയച്ചേക്കാന്ന് പറയും. അതുകൊണ്ട് അനേകർ പീഡിപ്പിക്കപ്പെടുന്നു. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരുടെ ആത്മാവിനെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവാത്മാവുള്ളവന് അത് ഉൾക്കൊള്ളുകയും അവൻ ദൈവമകനായി തീരുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേശം ഇവിടെയല്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് ചേർന്ന് പാടാം. എന്റെ ദേശം ഇവിടെയല്ല, എന്റെ ദേശം ഇവിടെയല്ല, അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും നമ്മളെ നിയന്ത്രിക്കുന്നവരായ ഒരു കർത്താവുണ്ട്. നമ്മളെ വഴി നടത്തുന്നവരായ ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ 2 കാര്യങ്ങൾ കമ്പിവാക്യത്തിൽ ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ കാര്യവും പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കുക. ഒന്ന്, നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് അവൻ വേഗം വരാൻ പോകുകയാ. അതെ പറയുക, ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എന്റെ മക്കളുണ്ട്. പിതാവാൻ ദൈവം പുത്രനെ ഏൽപ്പിച്ചിരിക്കുക ഈ പ്രതിഫലം കൊടുക്കുന്ന ജോലി, അല്ലേ? ഒരു സ്വന്തം പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത് പറഞ്ഞു, നമ്മുടെ പ്രത്യാശ എന്നത് അവൻ മധ്യാകാശത്തിൽ വരാൻ പോകുകയും. മധ്യാകാശം ഇപ്പൊ ആരുടെയാണെന്ന് ഞാൻ പറഞ്ഞു. പൈശാചികന്റെ മേഖലയാണ് മധ്യാകാശം. അവിടെ കർത്താവിന്റെ ജയക്കൊടി നാട്ടാൻ പോവുക. എങ്ങനെയാ ജയക്കൊടി നാട്ടുന്നത് അറിയാമോ? വിശുദ്ധന്മാരോട് ഒരുമിച്ച് അവൻ ദൈവത്തെ ആർക്കുമ്പോൾ പിശാച് അവിടുന്ന് എന്നേക്കുമായി മാറ്റപ്പെടുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത്
നമ്മുടെ കർത്താവിന് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് അവൻ പോയതുപോലെ വരും. ഇപ്പൊ അവൻ എങ്ങനെ ആയിരിക്കുന്നു? അവൻ പോകുമ്പോ എങ്ങനെയായിരുന്നു? അവന് രൂപാന്തരപ്പെട്ട ശരീരത്തിലായിരുന്നു. ആ ശരീരത്തോടുകൂടെ പോയതുപോലെ അവൻ വരും. ദൈവത്തിന് സമയമില്ലാതുണ്ട്, സോറി. മൂന്നാമത് പ്രിയപ്പെട്ടവരെ 2 കാര്യങ്ങൾ. ഒന്നാമത്തെ പറഞ്ഞ് കർത്താവ് വരുന്നത് മധ്യാകാശത്തിൽ, അല്ലേ? മധ്യാകാശത്തിങ്കൽ മണൽപ്പന്തലിൽ, അല്ലേ? ആ, ഓക്കെ. രണ്ടാമത് നമ്മൾ പറഞ്ഞു പോയതുപോലെ. എന്താ പറയാ? എങ്ങനെയാ പോയത്? അതുപോലെ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ വിശുദ്ധന്മാരോടുകൂടി ചേർന്ന് അവന് വരുന്നതായ ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ മുന്നോട്ട് പോവുകയാണ്. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞു, പോയതുപോലെ. അതാണ് നമ്മുടെ പ്രത്യാശയാ, പോയതുപോലെ വരുമെന്ന്. 3, അവൻ എങ്ങനെ വരുന്നറിയാമോ? ഗംഭീരനാദത്തോടെ, അല്ലേ? 1 തെസ്സലോനി 4:16. ഞാൻ വിശദീകരിക്കുന്നില്ല, എപ്പോഴും വിശദീകരിക്കുന്ന ഒരു വാക്ക്, എല്ലാവരും എടുക്കുന്ന ഒരു വാക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ഈ വാക്കില്ലാതെ ദൈവവചനം സംസാരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആരുടെയെങ്കിലും പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ, യേശുവിനോട് റഷ്യയെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊന്നും സുവിശേഷ പ്രസംഗമല്ല. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറയുകയില്ല. യേശുവിനോട് റഷ്യയെ പ്രസംഗിക്കുന്നില്ലെങ്കിൽ അത് സുവിശേഷ പ്രസംഗമേ അല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ എപ്പം എവിടെ പോയാലും ഞാൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഒരാളെങ്കിലും ഒരു മനസ്സുന്തരപ്പെടാൻ. 1 മണിക്കൂർ ഈ വായിട്ടലയ്ക്കുമ്പോൾ, അല്ലേ? അത് അത്ര പ്രയാസമുള്ള കാര്യം, നല്ല കാര്യമൊന്നുമല്ല കേട്ടോ. പക്ഷെ ദൈവം കൃപ തരും. പക്ഷേ ഈ 1 മണിക്കൂർ നമുക്ക് 1 മണിക്കൂർ കറക്റ്റ്. അപ്പൊ 1 മണിക്കൂർ പറയുമ്പോൾ ഒരു ആളെങ്കിലും മനസ്സാന്തരപ്പെട്ടാൽ, ഇവിടെ പറഞ്ഞ് നമ്മൾ ഒരു വാക്യത്തിൽ വായിച്ചു, പ്രതിഫലം അവന്റെ പക്കലുണ്ട്, അമർത്തി കുലുക്കി അവൻ തരും. അപ്പൊ ഇനി അവൻ എങ്ങനെ വരുന്നേ? ഗംഭീരനാദത്തോടെ, അല്ലേ? കർത്താവൻ അത്രയും മതി, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കാണാൻ പാടാം. അപ്പൊ കർത്താവൻ ഗംഭീരനാദത്തോട് വരും. അതെല്ലാവർക്കും അറിയാം. കർത്താവ്, മൂന്നാമത് ഞാൻ പറഞ്ഞത് കർത്താവിന്റെ ഗംഭീരനാദം. നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ആരെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ? ഏത് വലിയ പ്രസംഗർ വന്നാലും നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ? പക്ഷേ ഒന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ആത്മീയമായ വളർച്ചയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലേ ആ പ്രസംഗം നമുക്ക് സന്തോഷമാകും, അല്ലേ? ദൈവത്തിന് സ്തോത്രം. കാരണം നമുക്കിന്ന് ആത്മീയമായി ലഭിച്ചല്ല. എന്റെ കർത്താവ് മധ്യാകാശത്ത് വരും, എന്ത് ചെയ്യും? അന്ന് ഞാനും കാണും, നിശ്ചയം. ആ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്. അത് നമ്മളെ ഒന്നുകൂടെ ബലപ്പെടുത്തുകയാണ്. രണ്ടാമത് അവൻ പോയ ആ ശരീരമുണ്ടല്ലോ, രൂപാന്തരപ്പെട്ട ശരീരം എനിക്ക് കിട്ടുമെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ബലപ്പെടുകയാണ്, നമ്മൾ സന്തോഷിക്കുകയാണ്. മൂന്നാമത് പറയുക ആ ഗംഭീരനാദം. നോക്കിക്കോണേ, ഈ ഞാൻ എപ്പോഴും ഓർക്കും, ഈ ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്ന് ഗംഭീരനാദം മുഴക്കിയപ്പം എല്ലാവരും കേട്ടു. പക്ഷെ ഒരാൾക്ക് പ്രയോജനപ്പെട്ടു, അല്ലേ? ആർക്കാ? ഒരാൾക്ക്, ലാസറിന് പ്രയോജനപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ ഓരോ വ്യക്തികൾക്കും അത് പ്രയോജനപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ഓരോ വ്യക്തികൾക്കും അത് പ്രയോജനപ്പെടുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് അങ്ങനെ. പ്രിയപ്പെട്ടവരെ, അതല്ലേ പറഞ്ഞത്, 2 പേർ മയിലിരിക്കും, കിടക്കയിലായിരിക്കും 2 പേർ. ഒന്ന് ചിന്തിച്ചു നോക്കി, അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പം ചായ കൊണ്ടുവരുന്ന ഭാര്യ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പതിവില്ല കേട്ടോ, ഞങ്ങളുടെ കാര്യമാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ജോലിക്കാരൊക്കെ അങ്ങനെയാ. ചായ കൊണ്ടിരുന്ന ഭാര്യ, ദൈവത്തിന് സ്തോത്രം, ഇടി എന്തിയടി ചായ എന്ന് വിളിച്ച് കൈ കിട്ടുമ്പോഴാ അവള് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പൊ ഗംഭീരനാഥം കേട്ടത് ആരാ? സ്വതന്ത്രം. അപ്പൊ കർത്താവിന്റെ മക്കള് ഗംഭീരനാഥം കേൾക്കുന്ന ഒരു ദിവസമുണ്ട്. ഇവിടെ നോക്കിയ അനേകര് കർത്താവിന്റെ ശബ്ദം വന്ന് കേട്ടു എന്ന് പറഞ്ഞാൽ ആ ശബ്ദം സുവിശേഷമായിരുന്നു. സ്വതന്ത്രം, 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 സ്വതന്ത്രം. ഇന്ന് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, അനേകർ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരാള് അത് ഏറ്റെടുക്കുന്നു. നോക്കിയോണേ, ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത ഏതാ? ചിലരത് ഏറ്റെടുക്കും. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഏറ്റെടുക്കും. ഇപ്പൊ പ്രിയപ്പെട്ട ജെയിംസ് സാറും ഞാനും കൂടെ അടുത്തടുത്തിരിക്കുക, ഞങ്ങൾക്ക് 2 പേരും കൂടെ ഏറ്റെടുക്കാൻ പറ്റും. ഇരിക്കുന്ന ഒരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന് ആവശ്യമായത് അദ്ദേഹത്തിന് കൊടുക്കുക, എനിക്ക് ആവശ്യമായത് എനിക്ക് തരും. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ്
അങ്ങനെയാണെങ്കിൽ ആമേൻ നമ്മൾ മറന്നു പോകരുത്. ലാസറിന്റെ കല്ലറയ്ക്കൽ ഉറക്കെയ കർത്താവ് വിളിച്ചത് അല്ലേ? അപ്പം ഒരു ഭക്തനായ മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് ഉള്ള ദൈവജനം മാത്രമേ ഈ ശബ്ദം കേൾക്കത്തുള്ളൂ. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഓർക്കുക, ആളുകളെല്ലാം ഭയങ്കരമായിട്ട് കരയുക. എന്നാ കരയുന്ന എന്നറിയാം? അത് പാവബോധം കൊണ്ട്. ദൈവമേ, ആ ഗംഭീരനാഥം ഞാൻ കേൾക്കാതെ പോയാൽ ഇത്രയും നാളെ ഞാൻ ഓടിയതും ഈ കറുത്ത ഭയങ്കര വേദവസ്ത്രവും ചുമ്മിയതും ഇല്ലേ, ഈ കോവിഡ് കാലം മുതൽ ഇന്ന് വരെ പ്രസംഗിച്ചതും വൃഥാവായി പോകുമല്ലോ എന്ന് ഓർത്ത്, അല്ലെങ്കിൽ കൂട്ടായ്മയും വന്നത് വൃഥാവായി പോകുമല്ലോ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവജനം ആത്മാവിലായി ബലപ്പെട്ട് മടങ്ങിപ്പോയ ഒരു പകൽ ഉപവാസ പ്രാർത്ഥനയെ ഓർത്തു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ പറയുകയാണ്, ആമേൻ, കർത്താവിന്റെ ഗംഭീരനാഥൻ, അത് പ്രധാന ദൂതന്റെ ശബ്ദമൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കടന്നു വരുന്നില്ല. ആമേൻ. കർത്താവിന്റെ, ഞാൻ ഓർപ്പിച്ചു, രണ്ടാം വരവിനെ കുറിച്ച് പറയുമ്പോൾ 50-ൽ പരം പ്രാവശ്യം പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് വരും 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടു 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 പക്ഷെ ഇതുവരെ വിശ്വാസമായിട്ടില്ല. നമ്മുടെ സമൂഹങ്ങൾ ആ വിശ്വാസത്തിലേക്ക് കടന്നു വരണം. നമ്മളെ അതിനാ പിതാക്കന്മാർ എല്ലാ ക്രമീകരണങ്ങളും ക്രമങ്ങളും നൽകി നമ്മളെ ഈ ഭൂമിയിൽ ആമേൻ നമ്മളെ ആരാധനയ്ക്കായി ക്ഷണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പൊ നമ്മൾ ഓർക്കണം കർത്താവിന്റെ ഗംഭീരനാഥം. ഇതിനെക്കുറിച്ച് ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കാം. സമയം കുറയല്ലേ? എടുക്കാൻ സമയമുണ്ടോയെന്നറിയില്ല. എടുത്താൽ ചിലപ്പോൾ ഇച്ചിരൂടെ സമയമുണ്ട്. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്നുണ്ട്, ശ്രേഷ്ഠ മഹാപുരുതനായ ക്രിസ്തുവിൻ്റെ ഗംഭീരനാഥം പുറപ്പെടുവിക്കുന്ന അതിനോട് തുല്യമായി, മൺമറഞ്ഞ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നതിന് തുല്യമായി മരുഭൂമിയിൽ ഒരു കാഹളം മുഴങ്ങുമായിരുന്നു. അതെന്താണെന്നറിയാം? മഹാപുരോഹിതന്മാർ ഗംഭീര ധ്വനിയായി കാഹളം ഊതുമ്പോൾ ഇസ്രായേൽ ജനം പാളയത്തിലാണ് വാർക്കുന്നത്. അപ്പൊ അവര് പാളയത്തിൽ താമസിക്കുകയാണ്. കാരണം മഹാപുരോഹിതന്മാരുടെ ഗംഭീരനാഥം മുഴങ്ങാതെ അവർക്ക് പാളയത്തിൽ നിന്ന് പുറപ്പെടാൻ കഴിയത്തില്ല, അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടാനായിട്ട് കഴിയത്തില്ല. അപ്പൊ അവിടെ നോക്കിക്കോണേ, മഹാപുരോഹിതന്മാർ ഗംഭീര ധ്വനിയായി കാഹളം ഊതുമ്പോൾ ഇസ്രായേൽ തങ്ങളുടെ കൂടാരങ്ങളുടെ കയറഴിക്കും, കുറ്റി ഊരി യാത്ര പുറപ്പെടുമായിരുന്നു. അയ്യോ, അപ്പൊ ഇവിടെ തന്നെ കുറ്റി അടിച്ചിരിക്കുന്നവരുടെ സ്ഥിതി എന്താകും? ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ ലോകത്തിന്റെ സന്തോഷത്തിലും മോഹത്തിലും കുറ്റി അടിച്ചിരിക്കുക. നമ്മളും ഈ ലോകത്തിൽ ജീവിക്കുന്നു, ക്രിസ്തുവിനാൽ നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുക. എന്നാൽ ആ ബന്ധനം അഴിയുന്നത് കർത്താവിന്റെ ഗംഭീരനാഥത്തിങ്കല. ഇത് പഴയ നിയമ വിശ്വാസികൾക്ക് മുഴുവൻ അറിയാമായിരുന്നു. ഇനിയും കർത്താവിന്റെ അല്ലപ്പാടില്ലാതെ അവരോട് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറ്റി ഊരി അവരുടെ അത് അവർക്ക് നീങ്ങുവാൻ കഴിയത്തില്ലായിരുന്നു എന്ന് പറയുന്ന പോലെ ഒരു വിശ്വാസി ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ അവൻ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ അവന്റെ കുറ്റി ഊരി അവൻ എവിടെ ചെല്ലും? അവൻ യാത്ര പുറപ്പെടുമ്പോൾ തന്നെ മധ്യാകാശത്ത് അവനെത്തും. ദൈവത്തിന് സങ്കീർത്തനം 93 പറയുന്നു, പൊടിയിൽ കിടക്കുന്ന വിശുദ്ധന്മാരെ തിരികെ വരുവീൻ എന്ന് ആജ്ഞാപിക്കുന്ന ഒരു നിമിഷമുണ്ട് അല്ലേ? ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വചനമാണ്. എനിക്ക് ആ വചനം വലിയ ഇഷ്ടമാണ്. കല്ലറകളിലുള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേൾക്കും. അടുത്ത വാക്യം വായിക്കുമ്പോഴാണ് പേടി വരുന്നത്. ചിലർ നിത്യജീവനായും അല്ലേ, ചിലർ നിത്യദണ്ഡനത്തിനായും എഴുന്നേറ്റു വരുന്ന നാഴിക വരുന്നു. അതാണ് നമ്മുടെ കുറിവാക്യം. പ്രതിഫലം ആരുടെ പക്കലുണ്ട്? നമ്മുടെ കർത്താവിന്റെ പക്കലുണ്ട്. ആമേൻ. നീതി കെട്ടവർക്കും നീതിമാന്മാർക്കും പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വളരെ വ്യക്തമായി ഇവിടെ ഓർപ്പിക്കുകയാ. അതുകൊണ്ട് മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. എന്നാൽ തിരികെ വരുവീരെന്ന ആ ശബ്ദം ഗംഭീരനാഥം കേൾക്കുമ്പോൾ പഴയ നിയമ ഭക്തന്മാർ മുഴുവനും, കല്ലറകളിൽ മുഴുവൻ വിശുദ്ധന്മാരാണെങ്കിൽ അവരും പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കല്ലറകള് തുറക്കുമെന്ന് പറയുന്നത് അതെന്താ പറയുന്നത്? യേശുവിന്റെ കല്ലറ തുറന്നത് ദൂതന്മാര്. യേശുവിന് എന്തിനാ കല്ലറ തുറക്കുന്നത്? കല്ലറ തുറക്കണമായിരുന്നെങ്കിൽ ശിഷ്യന്മാരുടെ മധ്യ കർത്താവ് ചൊല്ലുമായിരുന്നു.
അവരെങ്ങനെ വാതിലടച്ചിരിക്കുമ്പോഴേ. അപ്പൊ രൂപാന്തരപ്പെട്ട ശരീരത്തിന് എപ്പോഴും കല്ലറയൊന്നും തുറക്കേണ്ട ആവശ്യമില്ല. ആമേൻ പ്രിയപ്പെട്ടവരെ. എന്നാൽ കല്ലറകളിൽ ഉള്ളവർ അവന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. ഓ, സത്യം പറഞ്ഞ കർത്താവ് വന്നാ മതിയെന്ന് ഇത് കേൾക്കുമ്പോ അങ്ങ് തോന്നിപ്പോവുകയാണ്, ഇല്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എനിക്കറിയാൻ പറയത്തില്ല. കൊച്ചി ഇംഗ്ലണ്ടില, കല്യാണമൊന്നും ആയിട്ടില്ല. ഞാൻ ആരുടെയും കാര്യം പറയല കേട്ടോ. ഇവിടെ പഠിച്ചോണ്ടിരിക്കുക, പരീക്ഷയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ അങ്ങ് ചിന്തിച്ചോണം, ദൈവം വരാൻ താമസിച്ചാൽ ഞാനൊരു ദൈവപൈതലായതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ദൈവം നോക്കിക്കോളും. ഒരു സ്വന്തം പറഞ്ഞേ. എനിക്ക് വ്യക്തിപരമായ ആരുടെയും കാര്യം അറിയില്ല കേട്ടോ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മളിതെല്ലാം മറക്കാം. ഞാൻ എൻ്റെ കൊച്ചുമക്കളെ കുറിച്ചോ എൻ്റെ മകനെ കുറിച്ചോ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ബിസിനസ്സിനെ കുറിച്ചോ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമാണ്. എൻ്റെ മൂന്നാമതിലൂടെ പറഞ്ഞു, കർത്താവിന്റെ ഗംഭീരനാദം മുഴങ്ങാൻ പോകുകയാ. അത് മുഴങ്ങുമ്പോൾ ഞാൻ കാണും നിശ്ചയം എന്ന പാട്ടുകാരൻ പാടിയതുപോലെ നമുക്ക് പാടുവാൻ കഴിയണം. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. ഞാൻ ഈ ക്ലോക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. പണ്ട് നമ്മൾ നേരെ ആ ക്ലോക്ക് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതേ തന്നെ നോക്കിയിരിക്കും. ഇത് എനിക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുക. അവിടെ നോക്കി എനിക്ക് ഭാഗ്യമായി കാണുന്നത് നമ്മുടെ സമയമായി. ഞാൻ എന്താ പറയുക, അല്ലേ? ഒരു പണ്ടൊരു പാടില്ലേ, എന്താ ചെയ്യുക, എന്താ ഇപ്പം പറയുക, അല്ലേ? കൃപയൊന്നല്ലാതെ എന്തോ പറയാനാ. കൃപയുണ്ടെങ്കിൽ എത്ര മണിക്കൂർ വേണേലും പറയാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ കുറിവാക്യം ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ ആ പ്രതിഫലം എന്റെ മക്കളുണ്ട്. നമ്മുടെ ഒരു സന്തോഷത്തിന് ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ സന്തോഷത്തിന് കാരണം ഒന്ന്, അവൻ മധ്യാകാശത്തിൽ വന്ന് വിജയക്കൊടി നാട്ടാൻ പോകുക. പിശാചിന്റെ വാസസ്ഥലമായിരിക്കുന്ന മധ്യാകാശം അഥവാ ഒന്നാം സ്വർഗത്തിൽ എന്റെ കർത്താവ് വന്ന് വിജയക്കൊടി നാട്ടുമ്പോൾ പൈശാചികൻ എന്നേക്കുമായി അവിടുന്ന് മാറ്റപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആമേൻ. നമ്മൾ അവിടെ പറയുന്നുണ്ട്, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം 4:17 പറയും, നാം അവരോട് ഒരുമിച്ച് മരിച്ചു വിശുദ്ധന്മാരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ ഞങ്ങൾ എടുക്കപ്പെടും. മധ്യാകാശത്തിൽ കർത്താവ് വരുമെന്നുള്ളത് 100% വേദപുസ്തകം ഉറപ്പിച്ച് പറയുന്ന കാര്യം, അല്ലേ? 1% അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നെങ്കിൽ നമുക്ക് അവിശ്വസിക്കാമായിരുന്നു. 100% ഉറപ്പിച്ച് പറഞ്ഞിരിക്കുക, എന്റെ അരുമനാഥൻ മധ്യാകാശത്തിൽ. അവൻ വരുന്നത് എങ്ങനെയാ? പോയതുപോലെ വന്നെങ്കിലേ നമുക്കും അവന്റെ ശരീരം ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് അതേ ശരീരത്തിൽ അവന് പോയതുപോലെ മധ്യാകാശത്ത് വരും. നമ്മളും രൂപാന്തരപ്പെട്ട ശരീരത്തിൽ അവനോടൊപ്പം ചേരും. മൂന്നാമതായി ഞാൻ പറഞ്ഞു, പോകുന്നത് എപ്പോഴാ? അവന്റെ ഗംഭീരനാദത്തിന്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഇങ്ങനൊരു പകൽക്കാലം കൂടെ നീ നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ആഗ്രഹിച്ചതിന്റെ കുഞ്ഞുങ്ങളെല്ലാം നീ കൂട്ടിക്കൊള്ളുന്നു. ദൈവമേ, ഞങ്ങൾക്ക് പ്രത്യാശയുടെ വചനങ്ങൾ നീ തന്നല്ലോ. ഞങ്ങൾ പലപ്പോഴും കേട്ട വചനങ്ങളാണെങ്കിലും പഴയ നിയമഭക്തന്മാർക്ക് അറിയാമായിരുന്നു. ഞങ്ങൾ കുറ്റിയൂരുന്നൊരു ദിവസമുണ്ട്, അത് ദൈവത്തിന്റെ കാഹളത്തിങ്കലാണ്. അന്ന് അവർ കണ്ടിരുന്ന കാഹളം മഹാപുരോഹിതന്മാരുടെ കാഹളമായിരുന്നു. എന്നാൽ ഇന്ന് രണ്ടാം ശ്രേലായി ഞങ്ങൾ കാണുന്നത് എന്റെ കർത്താവിന്റെ ഗംഭീരനാദമാണെന്ന് മൂന്നാമത് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അത് ഞങ്ങളുടെ പ്രത്യാശയായി ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയിട്ടുള്ളത് കൊണ്ട് സ്തോത്രം. മാത്രമല്ല, അവൻ മധ്യാകാശത്ത് വരികയാണ്. അവൻ മധ്യാകാശത്ത് വരുന്നത്, ഇന്ന് മധ്യാകാശം അടക്കി വാഴുന്നത് പൈശാചികന. അവനെ അവിടുന്ന് നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടിയാ അവൻ മധ്യാകാശത്ത് കടന്നു വരുന്നത്. രണ്ടാമത് ഞങ്ങൾ കേട്ടു, പോയതുപോലെ അവൻ വീണ്ടും വരും. കർത്താവ് ആമേൻ ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് ആമേൻ ദൈവമായിരിക്കുന്നത് പോലെ അവൻ രൂപാന്തരപ്പെട്ട ശരീരത്തില് കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ അവൻ മധ്യാകാശത്ത് വരുന്നൊരു ദിവസമുണ്ട്. അന്ന് ഞങ്ങളും കാണും എന്നുള്ള പ്രത്യാശ കൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങളെ നിറച്ചതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒത്തിരി സൗഖ്യം ലഭിച്ചതിനപ്പുറമായി ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിന് സന്തോഷവും ഞങ്ങളുടെ ആത്മാവിന് ആമേൻ ഒരു പ്രത്യേക സന്തോഷവും നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ ദേശത്ത് ആരംഭിക്കട്ടെ, ഞങ്ങൾ അടുത്ത പട്ടണത്തിലേക്ക് പോകട്ടെ.
കർത്താവേ, ഞങ്ങള് ശമരിയിലേക്ക് മാറട്ടെ, പിന്നീട് ഞങ്ങൾ ലോകത്തെല്ലായിടത്തും ഈ സുവിശേഷം അറിയിക്കട്ടെ. അതിനായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന അനേക സഹോദരിമാരെ ഈ നാളുകൾ അതിനായി ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പുരുഷന്മാരെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയായി വിനയമായി ചോദിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹമേഘജാതനായ പുത്രന്റെ കൃപ, ആശ്വസിപ്പിച്ചു വഴി നടന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധം, ഇന്നിവിടെ യോഗത്തിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരും, ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അടുത്ത ആഴ്ച ഞങ്ങൾ കൂടി വരും വരെയും ഇന്ന് ഒന്നാൾ ഉണ്ടാകുമാറാകണമേ. ആമേൻ.